ഹായ് ഓൾ, നമസ്കാരം. സൈലന്റ് ടെക്നിക്കിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു സിലബസ് ഡിസ്കഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് എല്ലാ സബ്ജക്റ്റിന്റെ എല്ലാം നമ്മളെല്ലാം കൂടി ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കുന്ന രീതിയിൽ ചെയ്യുന്നില്ല. അതായത് ഒരു എൻവയറമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് അല്ലെ, നമുക്കറിയാം ഒരു PWD AE എക്സാമാണ് നമുക്കിനി വരാനുള്ളത്. അപ്പോൾ ഒരു AE എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പൊന്മുട്ടി ഇടുന്ന ഒരു താറാവ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ആ ഒരു എൻവയറമെന്റൽ എഞ്ചിനീയറിംഗ് അല്ലെ. ഒരു 10 മാർക്കിന് ഒരു ഹൈ വെയിറ്റ്, ഒരു ഹെവി വെയിറ്റ് സബ്ജക്റ്റ് ആണ് നമ്മുടെ ആ ഒരു എൻവയറമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മുടെ കട്ട് ഓഫ് യൂഷ്വലി ഒരു 50 റേഞ്ചിലൊക്കെയാണ് പൊതുവെ പല AE എക്സാംസിന് പോകുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ 1/5 മാർക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ആ ഒരു എൻവയറമെന്റിൽ മാത്രം സ്കോർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നമുക്ക് ആ ഒരു ബേസിക്സ് ഒക്കെ മനസ്സിലാക്കി ആ ഒരു കൺസെപ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണ്, ന്യൂമറിക്കൽസ് ഒക്കെ നമ്മൾ ഒന്ന് കറക്റ്റ് ആയിട്ടൊക്കെ ഒന്ന് വർക്കൗട്ട് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ഒക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു അത്യാവശ്യം ആ ഒരു 10 ഔട്ട് ഓഫ് 10 തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ആ ഒരു എൻവയറമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു സബ്ജക്ട് ആദ്യമായിട്ട് പഠിക്കാൻ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആ ഒരു സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഓൾറെഡി പഠിച്ച് ഒന്ന് റിവൈസ് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് നോക്കാം. അപ്പൊ ആ ഒരു പ്രോസസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഏതൊക്കെ ഏരിയാസ് ആണ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ സ്ഥിരമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ അതിനെ ബേസിക്കലി ഒരു 3 തിരിച്ചിട്ടുണ്ട്. നമ്മൾ എൻവയറമെന്റൽ എഞ്ചിനീയർ പഠിക്കുന്ന സമയത്തും ആ ഒരു റോ വാട്ടർ എഞ്ചിനീയറിംഗ്, നമ്മുടെ ആ ഒരു ഡ്രിങ്കിങ് വാട്ടർ റിലേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അല്ലെ, അതൊരു ഗ്രൂപ്പായിട്ടും, അതുപോലെ നമ്മുടെ ആ ഒരു വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് ഒരു വേറെ ഗ്രൂപ്പായിട്ടാണ് പഠിക്കുന്നത് അല്ലെ. അതുപോലെ നമ്മളൊരു എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും നമുക്ക് ഒന്ന് നോക്കാനുണ്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ ആ ഒരു ടോപ്പിക്സ് വരുന്നത്, അതിൻ്റെ അത് ന്യൂമറിക്കൽസ് ചോദിക്കുന്ന ആ ഒരു ഏരിയാസ് ഏതൊക്കെയാണ്, അതുപോലെ നമ്മൾ കുറച്ചും കൂടി എംഫസിസ് ചെയ്ത് പഠിക്കേണ്ട ആ ഒരു ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ. അപ്പൊ ഞാൻ പറയുന്നു ഒരു അത്യാവശ്യം നിങ്ങൾ ഒരു 10 മാർക്ക് തന്നെ ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ എൻവയറമെന്റിൽ അതുപോലെ ആ ഒരു 10 മാർക്ക് വെയിറ്റേജ് വരുന്ന, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വെയിറ്റേജ് വരുന്ന RCC മാത്രമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഹൈ വെയിറ്റ് സബ്ജക്ട്സ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു കുറച്ച് കാലമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെ, ഒരു എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളൊന്ന് പിറകോട്ടേക്ക് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനത്തെ ഹൈ വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത്യാവശ്യം ഒരു 50-60 മാർക്കിനൊക്കെ സബ്ജക്ട് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ, ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള കോൺഫിഡൻസ് നമുക്ക് അവിടെ കിട്ടും. അതല്ല നിങ്ങൾ ഇനി മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്ത് അവസാനമുള്ള ആൾക്കാരെ ലാസ്റ്റ് പഠിക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ മിക്കവാറും ആ ഒരു എക്സാമിന്റെ ഡേറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് മാർക്കിന്റെ എക്സാം അവിടെ ചിലപ്പോൾ ഒരുപാട് മാർക്കിന്റെ സബ്ജക്ട്സ് ചിലപ്പോൾ അവിടെ ബാക്കിയാവും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് സ്ട്രാറ്റജിക്കലി നമ്മൾ ആ ഒരു ഹൈ വെയിറ്റ്, ആ ഒരു ഹെവി വെയിറ്റ് അല്ലെ, ആ ഒരു ഹെവി വെയിറ്റ് സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിൽ ഞാൻ ഈ ഒരു എൻവയറമെന്റൽ എഞ്ചിനീയറിംഗിനെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നമുക്ക് ഇന്ന് തന്നെ ഒന്ന് സോൾവ് ചെയ്ത് അല്ലെ, ആ ഒരു പഠിത്തം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റസിലേക്ക് നമുക്ക് ഒന്ന് പോകാം. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ക്ലീൻ വാട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആ ഒരു റോ വാട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതിനു മുന്നേ ആ ഒരു ഇയർ ബൈ ഇയർ സ്പ്ലിറ്റേജ് അല്ലെങ്കിൽ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. PWD എക്സാംസ് കഴിഞ്ഞ 2 ഞാൻ കൊടുത്തിട്ടുണ്ട്. 2020 നടന്നു, 2023 നടന്നിട്ടുള്ളത്. നമുക്ക് ഇനി വരാൻ പോകുന്ന ആ ഒരു എക്സാം PWD AE ആയതുകൊണ്ടാണ് ഞാൻ അതുപോലെ ചെയ്തിട്ടുള്ളത്. അതുപോലെ കഴിഞ്ഞ 2 പ്രാവശ്യം PWD കൂടെ തന്നെ നമ്മുടെ ഇറിഗേഷൻ എക്സാം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഇറിഗേഷൻ എന്ന സാധനം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. LSTD കേസിൽ ഇപ്പൊ അടുത്ത ജൂലൈ 8 നമ്മുടെ 2025 നടന്ന ഒരു എക്സാമിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതുപോലെ ഹാർബർ എക്സാം 2024 നടന്ന ഒരു ഹാർബർ എക്സാം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയാസ്. ഇനി അവിടെ ആ ഒരു ബ്രാക്കറ്റ്സിൽ ഞാൻ ആ ഒരു പച്ച കളറിൽ നിങ്ങൾ ഒരു പച്ചയാണല്ലോ, അത് അത്യാവശ്യം ഒരു റെഡ് ലൈറ്റ് തരുന്ന ഒരു സാധനമാണ്. സോ ആ 1, 4, 2, 5 എന്നൊക്കെയുള്ള ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു എക്സാംസുകളിൽ നമ്മുടെ എൻവയറമെന്റൽ എഞ്ചിനീയറിംഗിൽ ചോദിച്ചിട്ടുള്ള ന്യൂമറിക്കൽസിന്റെ എണ്ണാണ്. സോ നമുക്ക് തൽക്കാലം ഈ 2020 അവിടെ നിന്ന് ഒഴിവാക്കാം. കുറച്ചു കാലം മുന്നത്തെ ആയതുകൊണ്ട് ഇപ്പൊ കറന്റ് ആ ഒരു പാറ്റേണിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വന്നതുകൊണ്ട് അല്ലെ. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് അതൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഒരു ആവറേജ് എടുത്താൽ അപ്രോക്സിമേറ്റ്ലി ഒരു 4 മാർക്സിന്റെ അടുത്ത് ന്യൂമറിക്കൽസ് തന്നെ ചോദിക്കാറുണ്ട് അല്ലെ. PWD എക്സാമിന് 4 മാർക്കിനായിരുന്നു, LSTD 2025 2 മാർക്കാണ് ന്യൂമറിക്കൽ വന്നത്. ഹാർബർ എക്സാമിന് 2025 5 മാർക്കിന് ന്യൂമറിക്കൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് കുറച്ച് വെയിറ്റേജ് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ ഒരു എൻവയറമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം ഒരു 4 മാർക്കിന് ന്യൂമറിക്കൽസ് നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ അടുത്ത എക്സാമിന് ആ PWD എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു ആവറേജിന്റെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ട്. അപ്പൊ ഇനി ഈ ഒരു ന്യൂമറിക്കൽസ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത് അല്ലെ, അതുപോലെ നമുക്ക് ആ ഒരു 10 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്.
അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നു പാർട്ട് 1 ഞാൻ പറഞ്ഞു ആ ഒരു റോ വാട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു ലിസ്റ്റിൽ ഏറ്റവും താഴെയുള്ള ആ ഒരാളാണ്. അതായത് ഈ ഒരു സെക്ഷൻ അല്ലെ, വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഫിസിക്കൽ മെത്തേഡ്സ്, കെമിക്കൽ മെത്തേഡ്സ്, പിന്നെ ആ ഒരു സെഡിമെന്റേഷൻ ടാങ്ക്, ഫ്ലോക്കുലേഷൻ ടാങ്ക്, അതുപോലെ എന്താണ് ആ ഒരു ഫിൽട്രേഷൻ, അതുപോലെ ഡിസിൻഫെക്ഷൻ ഒക്കെ പറയുന്ന ആ ഒരു ടോപ്പിക് അല്ലെ. അപ്പൊ അതിൻ്റെ നോക്കിയാൽ മനസ്സിലാവും 2020 2 മാർക്കിന് വന്നിട്ടുണ്ട്, 2023 PWDക്ക് 2 മാർക്കിന് വന്നിട്ടുണ്ട്, LSTD നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അതുപോലെ എന്താണ് കഴിഞ്ഞ ഹാർബർ എക്സാമിന് 2 മാർക്ക് അല്ലെ. അപ്പൊ എപ്പോഴും ഏകദേശം ഒരു മിനിമം ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ്. അതുപോലെ സ്റ്റാർ ഞാൻ ഇട്ട് വെച്ച് നിങ്ങൾക്ക് കാണാം അല്ലെ, പല സ്ഥലത്തും ആ ഒരു സ്റ്റാർ കാണുന്നുണ്ട്. ആ സ്റ്റാർ കൊണ്ട് ഒന്നുമില്ല, ആ ന്യൂമറിക്കൽസ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടുള്ള ആ ഒരു ടോപ്പിക്സ് ആണ് ആ ഒരു സ്റ്റാർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ആ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ്. സോ വാട്ടർ ട്രീറ്റ്മെന്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് ബേസിക്കലി അത്ര അല്ല, ഒരു നിങ്ങൾ ഓർഡറിൽ പഠിച്ചുമ്പോൾ മിക്കവാറും ആ ഒരു ക്വാളിറ്റി ഓഫ് വാട്ടർ വെച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ആ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് ആ ഒരു ഓർഡറിലല്ല, നിങ്ങൾ എവിടെയെങ്കിലും റാൻഡംലി ആ ഒരു അല്ലെ ഇമ്പോർട്ടന്റ് വെയിറ്റേജ് വരുന്ന ആ ഒരു ഭാഗത്ത് വെച്ച് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് വെയിറ്റേജ് കൊടുക്കേണ്ടത് ഈ പറയുന്ന വാട്ടർ ട്രീറ്റ്മെന്റ് ആണ്. സോ അതിൻ്റെ അകത്ത് ഏകദേശം നമുക്കല്ലേ അത് പഠിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മാർക്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് തന്നെ ന്യൂമറിക്കൽസ് വരാം, അല്ലാണ്ട് ചിലപ്പം ബേസിക് ആയിട്ടുള്ള തിയറി ക്വസ്റ്റൻസ് വരാം. എല്ലാം തന്നെ നമുക്ക് അത്യാവശ്യം ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആണ് അതിനകത്ത് ഉണ്ടാവാറ്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു സെക്ഷൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ക്വാളിറ്റി ഓഫ് വാട്ടർ, വാട്ടർ സോഴ്സ് ആൻഡ് ഡിമാൻഡ്, ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ, അതുപോലെ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. സോ ഈ ഒരു ടോപ്പിക്സിന്റെ അകത്ത് സ്ഥിരമായിട്ട് ഒരു അറ്റ്ലീസ്റ്റ് 1 മാർക്കിന്റെ ക്വസ്റ്റൻസ് എങ്കിലും വരാറുണ്ട്. കഴിഞ്ഞ ഹാർബർ എക്സാം 2 മാർക്കിന്റെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ഒരു ഗ്രൂപ്പിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഒരു സെക്ഷൻ അല്ലെ, ക്വാളിറ്റി ഓഫ് വാട്ടർ, അതുപോലെ ആ ഒരു വാട്ടർ സോഴ്സ് ഉണ്ട്. അത്ര വലിയൊരു വളരെയധികം വൈഡ് ആയിട്ടുള്ള ടോപ്പിക് അല്ല അല്ലെ, വാട്ടർ സോഴ്സ് ആൻഡ് ഡിമാൻഡ്, ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ, അതുപോലെ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ഒന്നും. അപ്പൊ അത് നോക്കുക. ക്വാളിറ്റി ഓഫ് വാട്ടർ അത്യാവശ്യം കുറച്ച് പഠിക്കാനുണ്ട്. അപ്പൊ അതും ഒന്ന് കാര്യമായിട്ട് വളരെയധികം ഡെപ്തിൽ തന്നെ പോയി നോക്കുക. അതിൻ്റെ അകത്തുനിന്നാണ് കുറച്ച് നല്ല കൺസെപ്റ്റ്, നമ്മുടെ ഒരു കൺസെപ്റ്റ് ഒക്കെ ഇളക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അടക്കം വരാറ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് കാര്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ വേറെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എൻവയറൺമെന്റൽ എഞ്ചിനീയറിംഗ് ശരിക്കും ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അതായത് ഇത് അത്യാവശ്യം പഠിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു അത്യാവശ്യം നല്ല കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽസ് ചോദിച്ച് ചിലപ്പോൾ എല്ലാവരും അത് ചെയ്തുകൊള്ളുന്നില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധാരണ കട്ട് ഓഫിന്റെ മേളിലേക്കുള്ള മാർക്ക് പോകുന്ന ഇങ്ങനെയുള്ള അല്ലെ ആരും ചെയ്യാത്ത അല്ലെ ആരും പോകാത്ത വഴികളിലേക്കൂടെ സഞ്ചരിച്ച് പോകുന്ന ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റ് നല്ല സൂപ്പർ ആക്കി സെറ്റ് ആക്കി പോയാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഒരു എൻറ്റയർ ടോപ്പിക്സ് കംപ്ലീറ്റ്ലി എല്ലാം തന്നെ ആ ഒരു എന്താണ് ഒരു ബേസ് മുതൽ അല്ലെ ആ ഒരു അടിത്തറ മുതൽ മേളിലോട്ടേക്ക് നല്ല സെറ്റ് ആക്കി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ, പമ്പ്സ്, അതുപോലെ ഹാർഡി ക്രോസ് മെത്തേഡ് ഓഫ് അനാലിസിസ്. അതിൽ പമ്പ് ഏതോ ഒരു എക്സാമിന്റെ സിലബസിനകത്തുണ്ട്, ബാക്കി നമ്മൾ പൊതുവെ അത് FM ന്റെ കൂട്ടത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് ഏതോ ഒരു എക്സാമിന് നമ്മളെ ആ ഒരു എൻവയറൺമെന്റ് കഴിഞ്ഞ PWD എക്സാമിന് തന്നെയാണെന്ന് തോന്നുന്നു, ഞാൻ അതിൻ്റെ അകത്താണ് ഒരു സിലബസ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആ പമ്പ്സും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിരുന്നു. ബേസിക്കലി അത് ഒരു FM ന്റെ ഭാഗത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെ. സോ ഈ ഹാർഡി ക്രോസ് മെത്തേഡിന്റെ കേസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞ 2 എക്സാംസിനും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 എക്സാംസ് LSTD 2025 ഒഴിച്ച് ഹാർബർ 2024ഉം അതുപോലെ PWD 2023 ആ ഒരു സിമ്പിൾ ആയിട്ട് ടോപ്പിക്കിന്റെ അകത്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് നോക്കണം. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലല്ലേ, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലെങ്കിലും അത്യാവശ്യം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. ആ ലാസ്റ്റിൽ നമ്മുടെ എൻവയറൺമെന്റൽ എഞ്ചിനീയറിംഗ് ലാസ്റ്റിലോട്ട് പോയിട്ട് അത് പഠിച്ചാൽ മതി അല്ലെ. അപ്പൊ ഈ കേസിൽ ഞാൻ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ വാട്ടർ ട്രീറ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു ക്വാളിറ്റി ഓഫ് വാട്ടറും ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അതാണ് ആ ഒരു ഇമ്പോർട്ടൻസിന്റെ ആ ഒരു ഓർഡർ ഞാൻ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ് ആ ഒരു സീവേജ് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗിന്റെ കേസ് അല്ലെ. സോ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗിന്റെ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഡിസൈൻ ഓഫ് സീവേഴ്സ്, സർക്കുലർ സീവേഴ്സ്, ആ ഒരു പാർഷ്യൽ ഫ്ലോ, ഫുൾ ഫ്ലോ കണ്ടീഷൻസിന്റെ ഒക്കെ ബേസിൽ വരുന്ന കുറച്ച് ചെറിയ കൺസെപ്റ്റുകൾ, അതുപോലെ സീവർ എപ്പർട്ടൻസസ് അല്ലെ. അതിൻ്റെ അകത്തുനിന്നും ബേസിക്കലി ആ ഒരു 2020 PWD ഒരു എന്താണല്ലോ ഒരു ഓർഡിനറി അല്ലാത്ത അല്ലെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബാക്കി പൊതുവെ അത്ര ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ് ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതവിടെ വെക്കുക. പിന്നെ വരുന്നത് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് വാട്ടർ, സ്ട്രീറ്റർ ഫെൽസ് ഇക്വേഷനും അതുപോലെ ഓക്സിജൻ സാക്ക് കർവ്.
അതിൻ്റെ അകത്തും പൊതുവെ എന്താണ് ഒരു മാർക്ക് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ കഴിഞ്ഞ ആ എക്സാമിന് ഡിസോൾഡ് ഓക്സിജന്റെ എന്തോ ഒരു കാര്യമായിരുന്നു. ഡിസോൾഡ് ഓക്സിജന്റെ ആ ഒരു വാല്യൂ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സീസണിന്റെ കേസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഐഡിയാസ് ആണ് അവിടെ വരുന്നത്. പിന്നെ നമ്മൾ സീവേജ് ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ ആ ഒരു ട്രീറ്റ്മെന്റ് ഓഫ് സീവേജ് അല്ലെ, നമ്മൾ നേരത്തെ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് അതുപോലെ ആ ഒരു ട്രീറ്റ്മെന്റ് ഓഫ് വാട്ടർ പറഞ്ഞ പോലെ തന്നെ സീവേജ് ക്യാരക്ടറിസ്റ്റിക്സും ആ ഒരു സീവേജിന്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സും അതുപോലെ ആ ഒരു സീവേജ് ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഇതിൻ്റെ അകത്താണ് പിന്നെ നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയ. പൊതുവെ ഒരു 1.5 to 2 ആ ഒരു ആവറേജ് അവിടെ ഉണ്ട് അല്ലെ നമുക്ക്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ അകത്തും മിക്കവാറും ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ടോപ്പിക്സിന്റെ അകത്ത് ഞാൻ തൽക്കാലം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് സീവേജ്, പിന്നെ എന്താണ് എല്ലാ കാലത്തും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യനും ചോദിക്കാറുള്ള സീവേജ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. സോ സെക്കൻഡ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു സീവേജ് ക്യാരക്ടറിസ്റ്റിക്സിനാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഈ 2 ആൾക്കാർ അല്ലെ, അത് നിങ്ങൾ ഏത് ഓർഡറിലായാലും കുഴപ്പമില്ല, തേർഡും ഫോർത്തും. സോ ഈ ഒരു 2 ആൾക്കാർക്ക് ഞാൻ ഒരു തേർഡ് ഓർഡർ കൊടുത്തു. അപ്പൊ ഇതാണ് നെക്സ്റ്റത്തെ ആ ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ആ ഒരു ഓർഡർ അല്ലെ. അപ്പൊ ഞാൻ പറയുന്ന ന്യൂമറിക്കൽസ് ഇക്വേഷൻസ് വരുന്നുണ്ട് ഈ പറയുന്ന 2 പാർട്ടിൽ, പാർട്ട് 1ലും പാർട്ട് 2ലും ഉണ്ട്. അപ്പൊ ഇക്വേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടൊക്കെ എഴുതി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഇക്വേഷൻ പോലും ഇല്ലാതെ തന്നെ ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് അല്ലെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ളതാണ് നമ്മുടെ എൻവയറമെന്റൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു കാര്യം. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആ ഒരു എയർ പൊല്യൂഷൻ ആണ്. സോ എയർ പൊല്യൂഷന്റെ കേസിൽ അവിടെ പൊതുവെ അല്ലെ കഴിഞ്ഞ ഒരു 4-5 എക്സാംസ് ആയിട്ട് ഓരോ മാർക്കിന്റെ ക്വസ്റ്റൻസ് അവിടെ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എഗെയിൻ അടുത്ത എക്സാമിന് അതിൻ്റെ അകത്ത് ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സിമ്പിൾ ആയിട്ട് ആ ഒരു എയർ പൊല്യൂഷൻ എന്താണ്, അവിടെ വരുന്ന ആ ഒരു ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ആ ഒരു സോഴ്സ് ഓഫ് പൊല്യൂഷൻ വരുന്നുണ്ട്, പിന്നെ ആ ഒരു നമ്മുടെ ആ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂംസും അതുപോലെ ആ ഒരു ഫിൽറ്റേഴ്സ് ഒക്കെ അല്ലെ, നമ്മുടെ ആ ഒരു എയർ ഫിൽറ്റേഴ്സിന്റെ കേസാണ് അവിടെ ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ആ ഒരു എൻവയറമെന്റൽ എഞ്ചിനീയറിംഗിന്റെ ആ ഒരു സിലബസിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ആ ഒരു റോ വാട്ടർ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് അതുപോലെ ആ ഒരു വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അതായത് പെട്ടെന്ന് തന്നെ ഒരുമാതിരിപ്പെട്ട അല്ലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട് പരിചയമുള്ള ഓരോ കാര്യങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് വാട്ടർ ട്രീറ്റ്മെന്റ് നമുക്ക് എന്താണ് അല്ലെ ഒരു ട്രീറ്റ്മെന്റ് അകത്ത് വരുന്ന പല പ്രോസസ്സുകൾ അവിടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് കുറച്ച് ഒരു ലിങ്ക് കിട്ടുന്നതായിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഫസ്റ്റ് പഠിക്കുക. പിന്നെ അത് ആദ്യമായിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് റിവിഷന്റെ കേസ് നിങ്ങൾ ഈ ഒരു കറക്റ്റ് ഓർഡർ ഫോളോ ചെയ്താൽ മതി. അതാണ് ആ ഒരു നമ്മുടെ ആ ഒരു വെയിറ്റേജിന്റെ ബേസിൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓർഡർ നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അല്ലേ ഒരു 10 മാർക്ക് എൻവയറമെന്റൽ എഞ്ചിനീയറിംഗിൽ ഉറപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മളൊരു 20% നമ്മുടെ ഒരു അല്ലെ ആ കട്ട് ഓഫിന്റെ ഒരു 20% മാർക്ക് നമുക്ക് മിക്കവാറും അതിൻ്റെ അകത്ത് നിന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള മാർക്ക് നമ്മൾ ബാക്കി സ്ഥലങ്ങളിൽ നോക്കിയാൽ മതി. അപ്പൊ അതാണ് നമ്മൾ എൻവയറമെന്റൽ എഞ്ചിനീയറിംഗിന്റെ കേസിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു PWD എക്സാംസിനെ മുൻനിർത്തിയിട്ട് നമ്മുടെ PWD ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓൺലൈൻ ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. സോ അതിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 12,999 ആയിരുന്നു. അത് ഓണം പ്രമാണിച്ചിട്ട് അല്ലെ ഓണം ഓഫർ മൂഡ് പ്രമാണിച്ചിട്ട് നമ്മളൊരു 10% ഓഫർ കൊടുക്കുന്നുണ്ട്. സോ ഓണം 10 എന്ന് പറയുന്ന ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. സോ 11,700 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ആ ഒരു വാല്യൂ ആ ഒരു എമൗണ്ടിന് അല്ലെ നിങ്ങൾക്ക് ആ ഒരു PWD ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ആ ഒരു ചെറിയ എമൗണ്ട് നമുക്ക് ആകാൻ പറ്റും അല്ലെ. ജീവിതം മൊത്തം സെറ്റ് ആക്കുന്ന ഒരു എമൗണ്ട് ആണ് ആ ഒരു 11,700 എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ആ ഒരു ഓണം ഓഫർ നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് സെപ്റ്റംബർ 10th സ്റ്റാർട്ട് ചെയ്യുന്ന ഓഫ്ലൈൻ ബാച്ചിന് അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ആ പ്ലാറ്റ്ഫോമിലെ എല്ലാ ബാക്കിയുള്ള ബാച്ചസ് അത് ഓവർസിയർ ബാച്ച് ആയിക്കോട്ടെ, നമ്മുടെ ലെറ്റ് ബാച്ച് ഉണ്ട് അല്ലെ, അതുപോലെ ആ ഒരു KWA ഓവർസിയർ ഗ്രേഡ് 2ന്റെ ആ ഒരു ബാച്ചസ് ഒക്കെ റണ്ണിങ് ആണ്, മെക്കാനിക്കൽ സിവിൽ ബാച്ചസ് ഒക്കെ റണ്ണിങ് ആണ്. അപ്പൊ അതിനൊക്കെ ഈ പറയുന്ന ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. ആ ഒരു ഓണം 10 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഓണം കഴിഞ്ഞ് അടുത്ത ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും മേളിൽ വരാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ആ ക്ലാസ്സിലൊക്കെ കാണാം. അപ്പൊ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്, ഹാപ്പി ഓണം.